ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കവിജാസി ബൈ കാവ്യ. ഇന്ന് നമ്മളൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട്. ദെൻ ഒരു ടോണറാണ് യൂസ് ചെയ്തത്. PSCയുടെ ആണ് കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ്. പിന്നെ ആളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കറക്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഫേസിലെ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. ഐ മേക്കപ്പിന് ബേസ് കൊടുത്തിട്ടുള്ളത് ടാർട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആൾ ഭയങ്കര സെറ്റിലായിട്ടുള്ള ഒരു ലുക്കാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എല്ലാ കാര്യവും ഭയങ്കര മിനിമലായിട്ട് തന്നെയാണ് അതുകൊണ്ട് ചെയ്തിട്ടുള്ളത്. ഐബ്രോസ് ആണെങ്കിലും ഭയങ്കര നാച്ചുറലായിട്ട് ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഐ മേക്കപ്പാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് സ്കിൻ ടോണിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഐ മേക്കപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്രൈഡിൻ്റെ ഫേസ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ബ്ലഷും കാര്യങ്ങളൊക്കെ ക്രീം ബേസ്ഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ താഴെ കുറച്ച് നന്നായിട്ട് പൗഡർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിരിക്കും. ഞാൻ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലിപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. അത് PSCയുടെ ഒരു പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ സ്പ്രെഡ് ആകുന്ന ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരുപാട് ബ്രൈറ്റ് ആവാത്ത ഒരു ലിപ് ഷെയ്ഡ് മതി എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നൈക്കയുടെ മൈഥിലി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ നല്ല സൂപ്പറായിട്ട് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ ഇത്. ഐ മേക്കപ്പിൻ്റെ ഫൈനൽ ടച്ചാണ് കേട്ടോ ഇത്. മസ്കാര നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ലാഷിലൊക്കെ നന്നായിട്ട് മസ്കാര ആയിട്ടുണ്ടെങ്കിൽ നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് ലാഷുകൾ ഉണ്ടാവും. ഐ മേക്കപ്പ് കൂടുതൽ ഭംഗി ഉണ്ടാവാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഹെയർ നന്നായിട്ട് പ്രിപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ക്രിമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ക്രിമ്പിങ്ങിലാണ് നമുക്ക് ഹെയറിൻ്റെ സ്റ്റൈലൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ലൈൻസൊക്കെ ഡിഫൈൻ ചെയ്യണമെങ്കിലൊക്കെ നന്നായിട്ട് ക്രിമ്പിങ് ഒക്കെ പിടിച്ചിട്ടുണ്ടാവണം ഹെയറിൽ. സോ അപ്പോൾ നമ്മൾ ബാക്ക് കോമ്പിങ് ഒക്കെ ചെയ്തു. ഫ്രണ്ട് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ. ആളുടെ ഫേസിന് കുറച്ച് സ്യൂട്ടായിട്ട് തോന്നിയത് ആ ഒരു സ്റ്റൈലാണ്. അങ്ങനെ നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവർ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് പെറ്റൽസിൻ്റെ വേണിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് തന്നെ നന്നായിട്ട് സെക്യൂർഡാക്കി വെച്ചിട്ട് ബാക്കി നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.